ഐ പി എല്ലിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് വ്യൂവർഷിപ്പ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ടി വി വ്യൂവർഷിപ്പ്. ഇപ്പോൾ ഞാൻ നോക്കിയ കണക്ക് ശരിയാണെങ്കിൽ ഓരോ സീസൺ കഴിയുന്തോറും 18.8% വ്യൂവർഷിപ്പ് കുറയുന്നതായിട്ടാണ് സ്റ്റാറ്റ്സ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു റീസൺ എന്തായിരിക്കും? അത് ഈ സീസണിൽ പൊതുവേ ഇങ്ങനെ ഒരു IPL-ൻ്റെ ഒരു ആവേശക്കുറവുണ്ട് എന്നുള്ള ഒരു ടോക്ക് ഓൾറെഡി ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് പല വെബ്സൈറ്റുകളിലും വരുന്നത്. ഇപ്പോൾ IPL-ൻ്റെ TV വ്യൂവർഷിപ്പ് കുറഞ്ഞു, IPL-ൻ്റെ ആവേശം കുറയുന്നു എന്നുള്ള രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷെ അതിനൊരു മറുവശം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ TV വ്യൂവർഷിപ്പ് കുറഞ്ഞെങ്കിലും ഡിജിറ്റലിൽ ഇതിൻ്റെ വ്യൂവർഷിപ്പ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 15% കഴിഞ്ഞ സീസണിനേക്കാൾ ഈ സീസണിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡാറ്റകൾ കാണിക്കുന്നത്. അതേസമയം TV വ്യൂവർഷിപ്പിൽ വലിയ ഇടിവാണ്. 36-38% കഴിഞ്ഞ സീസണുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇടി വന്നിട്ടുള്ളത്. അത് വലിയ രീതിയിൽ ബാധിക്കും. കാരണം TV റവന്യൂ വലിയ രീതിയിൽ IPL-ൻ്റെ ഏറ്റവും വലിയ റവന്യൂ എന്ന് പറയുന്നത് TV ആഡാണല്ലോ. അപ്പോൾ അതിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. അസോസിയേറ്റ് ചെയ്യുക ബ്രാൻഡുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BCCIക്ക് വലിയൊരു ആശങ്കയുണ്ട് TV റവന്യൂ എങ്ങനെ ബാധിക്കും എന്നുള്ളത്. അതേസമയം തന്നെ ഡിജിറ്റലിൽ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. പക്ഷേ ഡിജിറ്റലിലെ തന്നെ ആളുകൾ കാണുന്നതിൻ്റെ വ്യൂവിങ് എക്സ്പീരിയൻസ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ ഫോണിൽ. ഒരു സ്ക്രീനിൽ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമോ മറ്റെന്തെങ്കിലും ഓപ്പൺ ആക്കി വെച്ചിട്ട് മറ്റൊരു ചെറിയ സ്ക്രീനിലേക്ക് IPL ഓൺ ആക്കി വെക്കും. അതായത് ആളുകൾക്ക് ഫുൾ ടൈം എൻഗേജ്ഡ് ആവാൻ യൂട്യൂബ് ആ രീതിയിലേക്ക് മാറി. അതെ, അപ്പോൾ ഈ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ ആളുകളുടെ വ്യൂവിങ് ബിഹേവിയർ മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് സത്യത്തിൽ, അതായത് TV റവന്യൂ കുറയുകയും ഡിജിറ്റൽ പിന്നെ കൂടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് സത്യം. പക്ഷേ ആളുകൾ ഇത് IPL ആകെ മൊത്തത്തിൽ ഇടിഞ്ഞു എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ ഇതിനെ മറികടക്കാൻ തന്നെ ഇത് BCCI എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും കച്ചവടപരമായ അല്ലെങ്കിൽ ഏറ്റവും ബിസിനസ് മൈൻഡുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവർ നെക്സ്റ്റ് പ്ലാൻ കണ്ടിട്ടുണ്ട്. ഒരു 2-3 സീസണുകൾ കഴിഞ്ഞിട്ട് ഇവർ ഈ ഒരു IPL ഇപ്പോൾ നടക്കുന്നത് ഏപ്രിൽ-മെയ് സീസണുകളിലാണ്. അപ്പോൾ ഇതിന് പകരം സെപ്റ്റംബർ-ഒക്ടോബറിലേക്ക് മാറ്റാനുള്ള ഒരു ആലോചനയുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതൊരു ഫെസ്റ്റിവൽ ഡേയ്സ് ആണ്. അപ്പം നമ്മൾ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ നടക്കുന്ന ടൈമാണ്. അതുപോലെ ഈ പൂജ, ദീപാവലി ഒക്കെ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ സീസണാണ്. അപ്പോൾ ആ സമയത്തേക്ക് മാറ്റിയാൽ കുറച്ചുകൂടി TV റവന്യൂവിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടായിരിക്കണം. ഈ നെക്സ്റ്റ് സീസണിലൊന്നും വരില്ല, എനിക്ക് തോന്നുന്നു 2028 ആഫ്റ്റർ 2028 ശേഷം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ ഈ CSK, മുംബൈ, ഈ രണ്ട് ടീമുകളും IPL-ൽ വൻ ഫാൻ ബേസ് ഉള്ള ടീമുകളാണ്. ഇപ്പോൾ മുംബൈയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 സീസണായിട്ട് സ്ട്രഗ്ലിംഗ് ആണ്. കഴിഞ്ഞ സീസണിൽ അവർ പ്ലേ ഓഫ് കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി മാറ്റം, പിന്നെ ഹാർദിക്കിൻ്റെ വരവ്, അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ CSKയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 23-ൽ അവർ കപ്പടിച്ചു. പക്ഷെ അതിനുശേഷം നടന്ന 3 സീസണുകളിലും അവർ സ്ട്രഗിൾ ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു സീസണിൽ അവർ വലിയ സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു, സഞ്ജു സാംസൺ ടീമിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർക്ക് പ്ലേ ഓഫ് കാണാതെ പുറത്തു പോകുന്നതാണ് കണ്ടത്. അതുമാത്രമല്ല, ഈ ഒരു 2 ടീമുകളുടെയും ഹീറോസാണ് ധോണിയും രോഹിത്തും. ഇപ്പോൾ രോഹിത്ത് പരിക്ക് കാരണം കുറച്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ധോണിയുടെ കാര്യമാണെങ്കിൽ ഈ ഒരു സീസണിൽ ഒരു മത്സരം പോലും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ ഈ ഒരു ആബ്സെൻസ്, പിന്നെ 2 ടീമുകളുടെ മോശം ഫോം, ഇതെങ്ങനെയാണ് IPL-നെ ബാധിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളെ തന്നെ ഒരു ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഒരു ആവശ്യത്തിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു UEFA ചാമ്പ്യൻസ് ലീഗിൽ റയലും ബൈസയും പുറത്തായി കഴിഞ്ഞാൽ ആ ഒരു സീസണിൽ ഗ്ലാമർ ഒരു പരിധി വരെയൊക്കെ പോകും. പ്രത്യേകിച്ച് ഈ ഫാൻ ഫൈറ്റുകളൊക്കെ വലിയ രീതിയിൽ കുറയും. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേൾഡ് കപ്പ് ഫുട്ബോളിൽ അർജൻറ്റീന, ബ്രസീൽ പോയാൽ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ അറിയാം. അല്ലെങ്കിൽ ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇല്ലെങ്കിലുള്ള അവസ്ഥ നമുക്കറിയാം. അതുപോലെ തന്നെ IPL-ലെ ഏറ്റവും വലിയ 2 ടീമാണ് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും എന്ന് പറയുന്നത്. കാരണം എത്രയോ പതിറ്റാണ്ടുകളോളം ഈ ഒരു ലീഗിനെ ഡോമിനേറ്റ് ചെയ്തവരാണ്. 5-6 കിരീടങ്ങളൊക്കെ ഉള്ള ടീമുകളാണ്. ഈ 2 തമ്മിലുള്ള മാച്ചുകൾ എന്ന് പറയുന്നത് അത്രയും എൽ ക്ലാസിക്കോ എന്നൊക്കെ വിളിച്ച് അത്രയും കൊടുമ്പിരി കൊള്ളുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഈ 2 ടീമും, മുംബൈ ആണെങ്കിൽ തുടക്കം മുതൽ തന്നെ ഭയങ്കര മോശം ഫോമിലാണ്. ചെന്നൈ മോശം ഫോമിലൂടെ തുടങ്ങി ഇടയ്ക്കൊന്ന് കയറിയെങ്കിലും അവസാന ഘട്ടത്തിൽ തന്നെ പോകുകയും ചെയ്തു. അപ്പോൾ ഈ 2 ടീമുകളുടെ ഈ മോശം ഫോം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആവേശക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 ടീമിലെ ഏതെങ്കിലും ഒന്ന് ഫൈനൽ കളിക്കുകയാണെങ്കിൽ ഈ ഒരു സെനാരിയോ ആയിരിക്കില്ല. അത് തന്നെ എനിക്ക് തോന്നുന്നു RCB എന്ന് പറയുന്ന മറ്റൊരു 3ാമത്തെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ടീം ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും ആവേശം എന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഈ ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് എല്ലാ കാലത്തും നിലനിൽക്കുന്നത് ഒരു സൂപ്പർ സ്റ്റാർ ഐക്കണുകളെ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ധോണി ഒരു മത്സരം പോലും കളിക്കാത്ത ഒരേ ഒരു സീസണാണ് ഇതുവരെയുള്ളതിലൊക്കെ അദ്ദേഹം ഉണ്ടാകാറുണ്ട്. ഈ ധോണി ഉണ്ടെങ്കിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അതിൽ വാർത്തകളുണ്ടാവും. ഇപ്പോൾ ധോണി ഇറങ്ങിയാൽ വാർത്തയാണ്, അല്ലെങ്കിൽ ധോണി ബെഞ്ചിലിരുന്നാൽ വാർത്തയാണ്, 6 അടിച്ചാൽ വാർത്തയാണ്, ധോണിനെ ഇറക്കിയില്ലെങ്കിൽ വാർത്തയാണ്, ധോണി സ്റ്റെമ്പ് ചെയ്താൽ, അങ്ങനെ എല്ലാം ആഘോഷമാണ്. ഫാൻസിന് വലിയൊരു ആഘോഷമാണ്. കാരണം അദ്ദേഹം 20 വർഷത്തിലേറെയായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ
എന്താ പറയുക ഏറ്റവും വലിയൊരു ഐക്കണാണ്. അപ്പം അങ്ങനെ ഒരു ജഡേജ ഔട്ടായ സമയത്ത് പിന്നെ ധോണി ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അതെ CSK ഫാൻസ് അതെ ബൂ ചെയ്തൊരു അതെ സംഭവമൊക്കെ നമ്മൾ ധോണി ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലേവർ അല്ല ധോണി ഇല്ലാത്ത സമയത്ത് IPL ഉണ്ടാക്കുക എന്നുള്ള ഒരു എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഈ വ്യൂവർഷിപ്പ് ഇപ്പോൾ 2024-23 സീസണുകളിലൊക്കെ ഈ ധോണി ഫാൻസ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ധോണി ബാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഹോട്ട്സ്റ്റാറിലൊക്കെ ഈ വ്യൂവേഴ്സിൻ്റെ എണ്ണം കാണാമല്ലോ. അപ്പോൾ അതുവരെയുള്ള ധോണി ബാറ്റ് ചെയ്യുന്ന സമയത്ത് അത് കുത്തനെ ഉയരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് വലിയ നമ്പേഴ്സിലേക്ക് എത്തും. ഏറ്റവും പീക്ക് ടൈം എന്ന് പറയുന്നത് ധോണി ബാറ്റ് ചെയ്യുന്ന ടൈം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒരു മൊമെൻറ്റ് ധോണി ഇല്ലാത്തത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കും. ഓഫ് കോഴ്സ് അതുപോലെ തന്നെയാണ് രോഹിത് ശർമ്മ എന്ന് പറയുന്നത്. വലിയ ഫാൻ ബേസുള്ള ഫ്രാഞ്ചൈസിയാണ്, വലിയ ഫാൻ ബേസുള്ള താരമാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് മത്സരങ്ങളെ പിന്നെ ഇറങ്ങിയിട്ടുള്ളൂ. അത് തന്നെ എനിക്കൊന്ന് ഒരു കീ സമയത്ത് അദ്ദേഹം ഇല്ലായിരുന്നു. ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ വന്നു, പിന്നീട് അദ്ദേഹം പരിക്കായി, പിന്നീട് അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും മുമ്പേ ഏറെക്കുറെ ടൂർണമെൻറ്റിൽ നിന്ന് ഔട്ടാവുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് ഐക്കോണിക് താരങ്ങളില്ലാത്തത് തീർച്ചയായിട്ടും അതിൻ്റെ ആവേശത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു 2 മാസം മുമ്പ് വരെ നമ്മൾ T20 വേൾഡ് കപ്പിൻ്റെ ആവശ്യത്തിലായിരുന്നു, ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഒരു മാർച്ച് ഫസ്റ്റ് വീക്കിലാണ് T20 വേൾഡ് കപ്പ് ഫൈനൽ നടക്കുന്നത്. അതിനുശേഷം ഒരു 4th വീക്ക് ആയപ്പോഴേക്കും IPL തുടങ്ങി. അപ്പോൾ ഒരു T20 വേൾഡ് കപ്പിൻ്റെ ഒരു ഹാങ് ഓവർ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് പോസിറ്റീവായിട്ടായിരുന്നു, അതോ നെഗറ്റീവായിട്ടായിരുന്നു? അത് നമ്മളിപ്പോൾ ഈ പല വെബ്സൈറ്റൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ആളുകൾക്കൊരു ഫെഡപ്പ് മെൻറ്റാലിറ്റി ഉണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് വരുന്നത് ആളുകൾക്ക് അതൊരു മടുപ്പുണ്ടാക്കും. സ്വാഭാവികമാണ്, ഏത് കാര്യം അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ രാവിലെ ഒരു പായസം കുടിക്കും, ഓക്കെ, നമുക്ക് ഉച്ചക്കും പായസം കുടിക്കുക എന്ന് പറയുമ്പോൾ ഒന്നുകൂടി വേണമെങ്കിൽ സഹിക്കും. വൈകുന്നേരം നമുക്ക് പായസം തന്നാൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതുപോലെയാണ് ഇത്. എന്ന് തുടങ്ങിയ ഷെഡ്യൂളാണ്. അതായത് ഏഷ്യ കപ്പ് മുതൽ ഇങ്ങോട്ട് നമ്മൾ എത്ര 2020 വരെ വന്നു. സൗത്ത് ആഫ്രിക്കനുമായിട്ടുള്ള സീരീസ്, ന്യൂസിലാൻഡുമായിട്ട് സീരീസ്, ഓസ്ട്രേലിയയുമായിട്ട് സീരീസ്, അത് കഴിഞ്ഞൊരു വലിയ ആവേശം ഉണ്ടാക്കിയൊരു 2020 വേൾഡ് കപ്പ്, അത് കഴിഞ്ഞ് 1-2 വീക്കിന് ശേഷം വീണ്ടും IPL തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ അത് തന്നെ ആളുകൾക്കൊരു ഫെഡപ്പ് ഉണ്ടാക്കിയിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ IPL ഇങ്ങനെ T20 വേൾഡ് കപ്പിന് തൊട്ട് പിന്നാലെ വരാറില്ല. സാധാരണ വെച്ച് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2016 ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിനിപ്പോൾ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ T20 വേൾഡ് കപ്പ് എന്ന് പറയുന്നത് IPL ശേഷമായിരുന്നു. അങ്ങനെ സംഭവിക്കുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPL ഒരു വേൾഡ് കപ്പ് സെലക്ഷൻ പോലെ ആയിരിക്കും കാണാം. അതായത് T20 വേൾഡ് കപ്പ് പെർഫോം ചെയ്താൽ IPL പെർഫോം ചെയ്താൽ T20 വേൾഡ് കപ്പ് സ്കോഡിലേക്ക് ഇടം പിടിക്കുക എന്നുള്ളത് കൂടുതൽ ആവേശകരമാണ് ചെയ്യുക. അതിന് തൊട്ട് മുമ്പുള്ള T20 വേൾഡ് കപ്പ് ഒക്കെ നടന്നത് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടാണ്. 2022-ലും 2021-ലും ഒരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ T20 വേൾഡ് കപ്പിന് തൊട്ട് പിന്നാലെ IPL വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ആവേശക്കുറവുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടീം സെലക്ഷൻ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. ഇപ്പോൾ ഈ എന്താ പറയുക, T20 വേൾഡ് കപ്പിൽ നന്നായി ഫോമായ പലരും IPL തിളങ്ങിയിട്ടില്ല. എന്നാൽ IPL തിളങ്ങിയിട്ടില്ല എന്ന് വെച്ചിട്ട് ഇപ്പോൾ തിലക് വർമ്മയെയോ അതുപോലത്തുള്ള പലരെയും ഒന്നും നമുക്ക് ഇന്ത്യൻ T20 ടീമിലൊന്നും മാറ്റി നിർത്താനൊന്നും പറ്റില്ല. ഓഫ് കോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് മത്സരം വരുന്നത് ആളുകളെ തീർച്ചയായിട്ടും ബോറടിപ്പിക്കും. എനിക്ക് തോന്നുന്നു BCCI ഒക്കെ വരും കാലങ്ങളിൽ അത് ഡിസ്കസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അത് ഫുട്ബോൾ എന്ന് പറയുന്നത് 90 മിനിറ്റുള്ള കളിയാണ്. ഫുട്ബോളിൽ പോലും ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഇത്രയും കൂടുതൽ മത്സരങ്ങൾ, ചാമ്പ്യൻസ് ലീഗും ഈ ലീഗ് മത്സരങ്ങളും FA കപ്പൊക്കെ വരുന്നതും ഈ ഫുട്ബോളിനെ പോലും വലിയ ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഹെക്ടിക് ഷെഡ്യൂൾ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലായാലും അതല്ലാത്ത കാര്യങ്ങൾ, അതായത് വ്യൂവേഴ്സിൻ്റെ എക്സ്പീരിയൻസിലും മത്സരങ്ങളുടെ എണ്ണം കൂടുന്നത് ബോറിംഗ് ആണെന്നുള്ള ഡിബേറ്റാണ്. അപ്പോൾ ക്രിക്കറ്റ് പോലെ ഇത്രയും മണിക്കൂറുകളുള്ളൊരു കളി പിന്നെ ഇങ്ങനെ ഇത്രയും അടുപ്പിച്ച് മത്സരങ്ങൾ വേണമെന്നുള്ള വലിയൊരു ടോക്കുണ്ട്. അത് ഇത്രയും അടുപ്പിച്ച് എന്തുകൊണ്ട് മത്സരം വരുന്നു എന്ന് ചോദിച്ചാൽ മോർ മാച്ച് മീൻസ് മോർ മണി എന്നുള്ളതാണ്. കൂടുതൽ മത്സരം കളിക്കുമ്പോൾ മോർ മണി വരും. എങ്കിലും അത് ഈ ഒരു സീസണോടെ വലിയൊരു ഡിബേറ്റിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു ആവേശമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു ഫുൾ ബാറ്റിംഗ് ഫ്രണ്ട്ലി മാച്ചസ് ആയ പോലെയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സീസണിൻ്റെ ബാറ്റിംഗ് റെക്കോർഡ്സ് നോക്കിയാൽ എല്ലാം ഓൾ ടൈമാണ്. ഇപ്പോൾ ഏറ്റവും വലിയ സ്കോർ ചേസ് ചെയ്തത് ഈ സീസണിലാണ്. ഏറ്റവും കൂടുതൽ 6കൾ പിറന്ന സീസൺ ഇതാണ്. ഏറ്റവും കൂടുതൽ 200+ ടോട്ടൽ വന്ന സീസൺ ഇതാണ്. പിന്നെ വളരെ ഇപ്പോൾ വൈഭവ് സൂര്യവംശിയെ പോലെ ആളുകളൊക്കെ ഏറ്റവും റെക്കോർഡുകൾ, അധികം മത്സരങ്ങളും റെക്കോർഡാണ്. അങ്ങനെ ഒരു മെജോറിറ്റി ഒരു 80-90% മത്സരങ്ങളും പക്ക ബാറ്റിംഗ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ആളുകൾക്ക് ഇത്രയും രീതിയിൽ മാറുന്നതും വലിയൊരു ചോദ്യം ഉണ്ടാക്കുന്നതാണ്.